നമസ്കാരം. ഉത്തരാഖണ്ഡിലെ ഋഷികേശിലുള്ളത്. ഋഷികേശിന്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. ഞങ്ങളിവിടെ താമസിക്കുന്നത് ഈ ഒരു ത്രിവേണി ഘട്ടിന്റെ അടുത്ത് തന്നെയാണ്. ഈ തൊട്ടടുത്ത് തന്നെയുള്ള ഈ ഒരു റാം ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോം സ്റ്റേ ആണ് ഇത്. ഇവിടെ നമുക്ക് 800 രൂപക്കാണ് റൂമൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇതാണ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ റൂമൊക്കെ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ത്രിവേണി ഘട്ടിൻ്റെ ഭാഗത്തോട്ട് പോകും. യോഗ്നഗരി റെയിൽവേ സ്റ്റേഷനിലേക്കും അതുപോലെ തന്നെ ഋഷികേശ് റെയിൽവേ സ്റ്റേഷനിലേക്കും, 2 റെയിൽവേ സ്റ്റേഷനിലേക്കും പോകുന്ന ആ ഒരു വഴിയാണിത്. ഇവിടെ മുഴുവനും ബ്ലോക്ക് ആയിട്ടാണ് ഉള്ളത്. നമുക്കിനിപ്പോൾ ത്രിവേണി ഘട്ട് ഇവിടെ എഴുതിയിട്ടാ. ഇവിടെ നിന്ന് ഈ ഒരു വഴി ഈ താഴെ ഭാഗത്തേക്ക്, ഈ ഒരു വലിയ വണ്ടികളൊന്നും ഇങ്ങോട്ട് വരില്ല, 2 വീലേഴ്സ് മാത്രമേ വരുള്ളൂ. ഇതിനിപ്പോൾ നേരെ ത്രിവേണി ഘട്ട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ത്രിവേണി ഘട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു വഴിൻ്റെ 2 ഭാഗത്ത് കാണുന്നത് നമുക്ക് ഷോപ്പ് ചെയ്യേണ്ട കടകളാണ്. ഏറ്റവും കൂടുതൽ കടകളുള്ളത് ആ ഒരു താഴെ ഭാഗത്താണ്. പിന്നെ വേറൊരു കാര്യം, ഇന്നത്തെ ഒരു ഇതിങ്ങനെയാണ്, ഇതൊരു എന്താ പറയുക, മൂടപ്പെട്ടിരിക്കുക. മഴ പെയ്യോ ചോദിച്ചാൽ മഴ പെയ്യൂല, ഇടിപ്പ് ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയാണ്. വെയിലില്ല, പക്ഷെ നമുക്ക് മൊത്തത്തിലൊരു ഇരുട്ടല്ലേ. ഇരുട്ടാണ്, പക്ഷെ മഴ പെയ്യോ എന്നുള്ള ഒരു ചെറിയൊരു പേടിയുണ്ട്. കാരണം അത് പെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയ പണി കിട്ടുമല്ലോ. പണി കിട്ടും, അതാണ്. ഇതാണ് പറഞ്ഞ കടകൾ. നമുക്ക് ടീഷർട്ടായാലും ജാക്കറ്റുകളായാലും എല്ലാം കിട്ടും. ഇവിടെ ഉണ്ടോ 199 എന്നൊക്കെ എഴുതാണ്ടതാ. 199 പല പ്രൈസിലുണ്ട്. നമുക്ക് ബാർഗെയിനൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഏതൊരു സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും അതിൻ്റെ മെയിൻ ഒരു അടിസ്ഥാനം ബാർഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണല്ലോ. അവരാ ഒരു പറയുന്ന പ്രൈസിനെക്കാട്ടി കുറക്കാൻ നമ്മൾ മാക്സിമം നോക്കുക. ഇനിയിപ്പോൾ ഇവിടുന്ന് ആദ്യം നമുക്ക് റൈറ്റിലേക്കാണ്, അങ്ങ് പോകുന്ന വഴിയിൽ നിന്ന് 3 നദികളുടെ സംഗമം, അതാണ് ത്രിവേണി ഘട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങിപ്പോവാം. ഇതിപ്പോൾ സമയം കറക്റ്റ് പറയുവാണെങ്കിൽ ഒരു 3:30 ആയി. അതുകൊണ്ട് ആൾക്കാരുടെ നല്ല തിരക്കുണ്ട് ഇവിടെ. ഈ ഒരു കവാടം വഴി തന്നെ ഇവിടെ ഒരു ശിവന്റെ ഒരു പ്രതിമയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട്. ഇവിടെ എല്ലാ ആൾക്കാർ ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നദികളൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. 3 നദികളുടെ സംഗമമായ ഈ ഒരു ത്രിവേണി ഘട്ടിന്റെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ കൂടിച്ചേരുന്ന ഭാഗമാണിത്. അതുപോലെ തന്നെ ത്രിവേണി സംഗമത്തിന്റെ ഈ ഭാഗത്ത് ആരതിയൊക്കെ ഉണ്ട്, ഋഷികേശിലെ പ്രധാനപ്പെട്ട ആരതി. അത് വൈകുന്നേരം ഒരു 6 മണി കഴിയും. നമ്മുടെ ഹരിദ്വാർ നമ്മൾ ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇവിടെ ആരതി കണ്ടിട്ടില്ല. അപ്പം ഇപ്പൊ നമുക്ക് ഈ ഒരു നദീന്റെ ഒരു ഭാഗത്തൊക്കെ ഇറങ്ങാം. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്നത് റാംജൂലയിലേക്കാണ്. അതായത് ഞങ്ങൾ ആ റാംജൂല ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോൾ ഇവിടെ തിരിച്ചെത്താനാണ് ആലോചിക്കുന്നത് അല്ലേ? അതെ അതെ. ആ സമയത്ത് നമുക്ക് രാത്രിക്കത്തെ ആരതിയും കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് അതും കാണാമല്ലോ. അപ്പോൾ ഇവിടേക്ക് ആൾക്കാർ ഇവിടെ തന്നെ മെയിനായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ ഈ ഒരു ഗംഗയിലെത്തിയും യമുനയിലെത്തിയും സരസ്വതി റിവറിലെത്തിയൊക്കെ വെള്ളമില്ലേ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകാം നമുക്ക്. അതിനിവിടെ ഈ ക്യാനുകൾ കിട്ടും. 10 രൂപ 5 രൂപക്കൊക്കെ കിട്ടും ചിലപ്പോൾ. ഈ ചെറുതില്ലേ, ഈ താഴെ കാണുന്ന ചെറുതൊക്കെ ചെറിയ പൈസയിൽ കിട്ടും. വലുതൊക്കെ അത് പല റേറ്റ് ഉണ്ടാവും. കാരണം നമ്മൾ ഈ ഒരു പുണ്യ നദിയിലേക്ക് ജലം വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു എല്ലാവരും എടുക്കുന്നതാണല്ലോ. അതായത് ഹിന്ദു മത വിശ്വാസ പ്രകാരം ഗംഗാ നദിയെ പുണ്യ നദിയായിട്ടാണ് കാണുന്നത്. ഇവിടുത്തെ ഭക്തർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ അവര് നമ്മുടെ ഗംഗയിലത്തെ പുണ്യ നദി വീടുകളിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു ശിവലിംഗം ഉണ്ട്. അതിന് പുറമെ തന്നെ ഇവർ ഇപ്പൊ തന്നെ കുറെ ഇതൊക്കെ കത്തിച്ചിട്ടൊക്കെ വിടുന്നുണ്ട്. ഇതാ ആ ഒരു ഭാഗത്തുനിന്ന് ഒരുപാട് ആൾക്കാർ. നല്ല ഒഴുക്കുണ്ട് ഈ ഒരു വെള്ളത്തിന്. അതുപോലെ നല്ല തണുപ്പാണേ. തണുപ്പിന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു ഭാഗത്താണ് ആരതി നടക്കുന്നത്. അതിൻ്റെ ആ ഒരു സ്റ്റാൻഡൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അത് നമുക്ക് വൈകുന്നേരം നമുക്ക് ഇവിടെ വരാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ ഒരു ആരതിയും കൂടെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഭാഗത്തേക്കും കൂടെ നടന്നിട്ട് വരാം. അവിടെയും ഒരു പ്രതിമകളൊക്കെ ഉണ്ട്. നേരെ ആ കാണുന്നത് അവിടെ. ഇവിടെ ജയ് ഗംഗാ മാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു റിവറിന്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടുന്ന് ആ ഒരു നദീന്റെ ഒഴുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല ക്ലിയർ വെള്ളമാണ്, നല്ല ക്ലിയർ. ഒരു എന്താ പറയാ, വേസ്റ്റ് ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തില്ല. ഇവിടെ നേരത്തെ എതിരുണ്ട് ഋഷികേശ് ഡാം എന്നൊക്കെ പറഞ്ഞിട്ടാ. ഐ ലവ് മാം ഗംഗ.
നദീൻ്റെ ഒഴുക്ക് കണ്ട. അതുപോലെ നേരത്തെ പറഞ്ഞല്ലേ നല്ല ക്ലിയർ വെള്ളമാണേ. ഇവിടെയൊക്കെ ആൾക്കാർ തിങ്ങി നിൽക്കുക. ഈ ഒരു മഴമൂടം പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ലൈറ്റിങ് കിട്ടിയേനെ. എല്ലായിടത്തും നമുക്ക് ഈ ഒരു വെള്ളമൊക്കെ കൊണ്ടുപോകാനുള്ള ക്യാനുകൾ എല്ലാ ഭാഗത്തും കിട്ടും. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റാംജൂല ഭാഗത്തേക്ക് പോവാണ്. അവിടത്തേക്ക് ഒരു 2.5 കിലോമീറ്റർ പോകാനുണ്ട്. നടന്നിട്ട് പോകുന്നില്ല. ഷെയർ വണ്ടികൾ ഇഷ്ടംപോലെ ഈ ഒരു ഭാഗത്തുണ്ടാവും. അത് നമുക്ക് നല്ല ഒന്ന് നോക്കി കയറണം. കാരണം ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങ് അവിടെ ഉണ്ട്, അവിടെയാണ് ഉള്ളത് ഇഷ്ടം പോലെ വണ്ടികൾ. നമ്മൾ ഇതുവഴിയാണ് ഇപ്പോൾ വന്നത്. നോക്കാം, ദേ അങ്ങ് അവിടെ ഉണ്ട്. ഷെയർ വണ്ടിയാണെങ്കിൽ 20-30 ആവുള്ളൂ. നമുക്ക് 2 പേർക്കും ഷെയർ വണ്ടി കിട്ടിയേ. ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞത്, 2 പേർക്കും കൂടെ 40 രൂപ. ഒരു 1.5 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. മൊത്തം ബ്ലോക്കാണ്. ശരിക്കും നിങ്ങളിവിടെ വന്നാൽ ഈ ഒരു ഷെയർ വണ്ടിക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതാ ചീപ്പ്. സ്പെഷ്യലാക്കിയിട്ട് പോകേണ്ട കാര്യം വരുന്നില്ല. റാംജൂല എത്താനായി ഒരു 500 മീറ്റർ കൂടെ ഉള്ളൂ. ബ്ലോക്ക് കണ്ടോ? ഇത്ര നേരമായി എന്നറിയാം ഒരു ബ്ലോക്ക് പെടാൻ തുടങ്ങിയിട്ട്. അങ്ങനെ റാംജൂലേൻ്റെ ഭാഗത്ത് വണ്ടി ഇറങ്ങി. ഈ ഋഷികേശിലത്തെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണ് റിവർ റാഫ്റ്റിങ്. അതിൻ്റെ വണ്ടികളുണ്ടെന്നാ ബോട്ട് ആ ഒരു പിക്കപ്പിൻ്റെ മേലെ കൊണ്ടുപോവുക. ഇതിലിതാ ഇതൊക്കെ ഇവിടെ വന്നാൽ എനിക്ക് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നേരെ റാംജൂലയുടെ ഭാഗത്തേക്ക് പോവാം. എന്തൊരു ബ്ലോക്ക് എന്ന് പറയുന്നത്, നല്ല തിരക്കാണ്. അവിടെ നിന്ന് ഇവിടം വരെ എത്താൻ എത്ര ടൈം എടുത്തു. നമുക്കിവിടെ നേരെ താഴോട്ട് ഈ നേരെ പോകുന്നതില്ലേ, അതാണ് ആ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ഭാഗം. അങ്ങോട്ടാണ് വരുന്നത്. നമ്മൾ നേരെ ഇവിടത്തോട്ട്. ഇവിടെ നമുക്ക് നേരെ ഗംഗാ നദിയുടെ ഭാഗത്തേക്ക് ഇറങ്ങാം. റിവർ റാഫ്റ്റിംഗ് ആണല്ലേ, അതാ ഇതിലൂടെ പോകുന്നതാ. ഇതിലൂടെയാണ് റിവർ റാഫ്റ്റിംഗ്. തങ്ങ് പോവും. നല്ലൊരു കിടിലൻ ആക്ടിവിറ്റിയാ. ഈ ഭാഗത്ത് ഒരുപാട് ഗട്ടുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങ് അവിടെ നിങ്ങൾക്കൊരു പാലം കാണാം. അതാണ് ജാനകി ജൂല. ഈ ജൂല എന്ന് പറഞ്ഞ പാലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇത് കാണുന്നില്ലേ. അതുപോലെ തന്നെ റാംജൂല ഉള്ളത് അങ്ങ് അവിടെ. ഇനിയിപ്പോൾ നമുക്ക് അതുവഴിയാണ് നടന്നു പോകേണ്ടത്. റിവർ റാഫ്റ്റിംഗ് ഇവരിപ്പോൾ നല്ല രീതിയിൽ വരുന്നുണ്ടില്ലേ. ഇത് കുറച്ചങ്ങോട്ട് എന്നാൽ ഈ നദി ഇങ്ങനെയൊന്നല്ല കേട്ടോ. ഇവരൊക്കെ എടുത്തും മറിയും. ഒരു ടൈപ്പ് നദീൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അങ്ങ് ആ ഒരു ഭാഗത്തൊക്കെ. അടിപൊളിയായത്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇവിടുന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഈ ഋഷികേശിൽ ഈ ഇപ്പോൾ നമ്മളിപ്പോൾ ഇനി പോകാൻ പോകുന്ന ഭാഗത്തും ഈ ഭാഗത്തേക്ക് ഞങ്ങൾ 2 വർഷം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വന്ന സമയത്ത് രാവിലെയാണ് വന്നത്. രാവിലെ ഏകദേശം ഒരു 10 മണി 10:30. നല്ല കിടിലൻ കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തുനിന്ന് ഒരാളും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ല രീതിയിൽ എന്താ പറയാ തെളിഞ്ഞു കാണുമായിരുന്നു. അതെ, ഈ പറഞ്ഞ മഴമൂടിലൊക്കെ ആയതുകൊണ്ട് ആ ഒരു വിസിബിലിറ്റിക്ക് ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. അതെ, ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ എടുത്ത് നോക്കിയാൽ എൻ്റെ അമ്മോ ഐസും വെള്ളം. അഭി നോക്കിയൊന്ന്. ഞാൻ നോക്കി ഓൾറെഡി. നല്ല തണുപ്പുണ്ട്. എൻ്റെ അമ്മോ ഐസ് അല്ലേ. ഈ റിവർ റാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കായിട്ട് മറിഞ്ഞ് വീണല്ല അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ നമ്മുടെ ത്രിവേണി സംഗമം നടക്കുന്ന ആ മറ്റു ഭാഗങ്ങളിൽ ആദ്യം പോയിട്ടുണ്ടായല്ലോ, അവിടുന്ന് കുളിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. നല്ല തണുപ്പാണ്. റാംജൂല ഭാഗത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ഈ ഒരു ഭാഗം വഴി നടന്നു പോകണം. നേരെ ഒരു 200 മീറ്റർ. ഋഷികേശിലെ പ്രധാനപ്പെട്ട തൂക്കുപാലങ്ങളിലൊന്നായ റാംജൂലയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് നിർമ്മിച്ചത് 1986-ലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി റാംജൂലയിലേക്ക് കയറാം. ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിലൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനും അതുപോലെ തന്നെ 2 വീലറിന് മാത്രം പോകാനുള്ള അനുമതി മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓട്ടോറിക്ഷ, കാറ് അങ്ങനത്തെ മുതലായ വണ്ടികൾക്കൊന്നും ഇവിടത്തോട്ട് പ്രവേശനമില്ല. നല്ല ഇളക്കമുണ്ട്. കാരണം എന്താ പറയുക, അത്ര ആൾക്കാരാണ് ഇതിൻ്റെ മുകളിൽ. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ഉണ്ടോ, ആ റിവർ റാഫ്റ്റിൻ്റെ അതൊക്കെ പോകുന്നുണ്ടതാ. നല്ല വ്യൂ ശരിക്കും പറഞ്ഞാടല്ല. ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഒരാളും ഉണ്ടായില്ല. നല്ല സുന്ദരമായിട്ട് നടന്നു പോകാൻ പറ്റും. ഇന്നൊന്നും നേരെ നടക്കാൻ പോലും പറ്റില്ല, അത്രയും തിരക്കാണ്.
ഇരുവശത്തുനിന്ന് ആൾക്കാരാണ് വരുന്നത്, കണ്ടതാ. ആൾക്കാർ കാരണം നടക്കാനേ പറ്റണില്ല. ഈ പിന്നെ ഇങ്ങനെ നടക്കുമ്പോ ഈ പാലത്തിന്റെ ഈ ഒരു ഭാഗത്ത് നല്ല ഇളക്കം വരുന്നുണ്ട്. തൂക്കുപാലാണല്ലോ, പിന്നെ എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ. എല്ലാവർക്കും ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള നല്ല തിരക്കാണ്. ഗംഗാനദി അങ്ങനെ ഒഴുകി വരുന്നത് കണ്ട. ഇതിന്റെ അടുത്തല്ല ലക്ഷ്മൺ ജൂലി ഉള്ളത്, അത് കുറച്ചങ്ങ് മാറി അങ്ങ് ആ ഭാഗത്താണ് ലക്ഷ്മൺ ജൂലി ഉള്ളത്. അത് നമുക്ക് ആ ഒരു വഴി നടന്നിട്ട് പോകാനുണ്ട്. അത് കുറച്ചല്ല, എനിക്കൊന്ന് 1 കിലോമീറ്ററിന്റെ മേലെ നടക്കാനുണ്ടല്ലേ നവീത്? 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. ആ നല്ല രീതിയിൽ ഇളക്കമുണ്ട്. ഇത് ടാറല്ലേ നവീത്? അല്ലേ? കണ്ടിട്ട് തോന്നുന്നു, പക്ഷെ കോൺക്രീറ്റ് അല്ല. ഒരു ഓട്ടോ ഇല്ല, ഒരു കുഞ്ഞു ഓട്ടോക്ക് പോകേണ്ട അത്ര സ്പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഓട്ടോനെ എൻട്രി ചെയ്യിപ്പിക്കില്ലല്ലോ. 2 വീലേഴ്സ് പറ്റും, 2 വീലേഴ്സ് ഒന്നും കാണുന്നില്ല. ഈ ഒരു ഭാഗത്തേക്ക് കാണുന്ന ഇതൊക്കെ ഗട്ടുകളാണ്. അവിടെ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങ് ആ ഒരു ഭാഗത്തു നിന്നാണ്. ആൾക്കാരുടെ തിരക്ക് കൂടി വരുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഈ ഒരു തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം ഇറങ്ങാനായി. ഇവിടേക്ക് വന്നാൽ തീർച്ചയായും നിങ്ങൾ ഇവിടേക്ക് വരണം കേട്ടോ, പിന്നെ ഒരിക്കലും മിസ്സാക്കരുത്. റാം ജൂലയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ലക്ഷ്മൺ ജൂല വരുന്നത് ഇങ്ങോട്ടാണ്. പക്ഷെ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തോട്ട് പോയിട്ട് വരാം. ഇതിലൂടെ സ്കൂട്ടറും ബൈക്കൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇതാ ഒരു മന്ദിർ. ഈ ഒരു കാണുന്ന തൂക്കുപാലം വഴിയാണ് നമ്മളിപ്പോൾ വന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ പറയുന്ന റിവർ റാഫ്റ്റിങ്ങിന് പുറമെ ബോട്ട് സർവീസും അവൈലബിൾ ആണ്. കണ്ടോ, ബോട്ടിങ്ങും ഉണ്ട് ഇവിടെ. എല്ലാ ആക്ടിവിറ്റികളും ഇവിടെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതുവഴി തന്നെ നേരെ നമുക്ക് ലക്ഷ്മൺ ജൂല ഭാഗത്തേക്ക് പോവാം. ഇനി ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ നമുക്ക് നടന്നിട്ട് പോവാം. നല്ല അടിപൊളി വഴിയാണ്. ഈ ആൾക്കാരൊക്കെ പോകുന്നത് ആ ഒരു ഭാഗത്തേക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, അതാണ് ഇന്ന് ഇത്രയും തിരക്ക്. നോർമലി ഒരു തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിലൊന്നും ഇത്ര തിരക്കുണ്ടാവില്ല. ഇതുപോലത്തെ നല്ല വഴികളാണ്, അതുകൊണ്ട് നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടേ ഇല്ല. പിന്നെ എല്ലായിടത്തും ഇഷ്ടം പോലെ പശുക്കളുണ്ട്. ഇവിടെ ഒരു മരമൊക്കെ ഉണ്ട് ഇതാ. പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ എന്തായാലും ഒറ്റ നടക്കുമ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ വരുമല്ലോ. അങ്ങനെ ഇരിക്കാനായാലും ഇഷ്ടം പോലെ ബെഞ്ചുകളും, ഇതുപോലെ വെയിലൊക്കെ വന്ന സമയത്ത് പോകുമ്പോഴായാലും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ലക്ഷ്മൺ ജൂലയിലേക്ക് പോകാൻ 2 വഴികളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതുവഴിയും പോകാം, പക്ഷേ ഇത് കുറേ വളഞ്ഞു പോകുന്നതാണ്. നമുക്ക് ആ ഫ്രണ്ട് കാണുന്ന വഴിയില്ലേ, അതൊരു ഗ്യാപ്പ് വഴിയാണ്, നമുക്ക് അതുവഴി പോകാം. ഞങ്ങൾ അന്ന് വന്നപ്പോൾ അതുവഴി തന്നെയാണ് പോയത്. ആദ്യം കാണുമ്പോൾ നമുക്കതിൽ സംശയം വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വഴി ഉണ്ടോ എന്നൊക്കെ. പിന്നെയാണ് പോയി തന്നെ മനസ്സിലാക്കിയത് ഇതുവഴി പോവാം. നിങ്ങൾ വരുമ്പോഴായാലും ഇതുവഴി തന്നെ വന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് പെട്ടെന്നെത്തും. അത് കുറേ വളഞ്ഞിട്ട് എല്ലാവരും ഇതുവഴി തന്നെയാണ് വരുന്നത്. ലക്ഷ്മൺ ജൂല നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇത് ഈ ഒരു വഴിയാണ്. നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇത് പേടിക്കൊന്നും വേണ്ട, ഇതിലൂടെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. നമ്മളിത് ആ ഒരു മെയിൻ റോഡിലോട്ട് ഇപ്പം ഇവിടുന്ന് കയറും. അടുത്തായി നമുക്കിനിപ്പോൾ ഒരു 800 മീറ്ററും കൂടെ പോകാനേ ഉള്ളൂ. കുടുങ്ങി, ഫുള്ള് ബ്ലോക്കാണ്. ചെറിയ വഴിയല്ലേ, 2 വലിയ വണ്ടികൾ വന്നാൽ തീർന്നു. ഇതൊക്കെ ടാക്സിയാണ്. നമുക്ക് ഇതുവഴിയാണ്, ഈ വണ്ടികളൊക്കെ പോകാതെ നമുക്ക് നടന്നു പോകാൻ പോലുള്ള വഴിയില്ല ഇവിടെ. ഞങ്ങൾ ഇത്രയും നേരം നടന്നു വന്നത് വെറുതെ. ഈ ലക്ഷ്മൺ ജൂല ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാകാം ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴി ക്ലോസ്. ഞങ്ങൾ അന്ന് വന്ന സമയത്തല്ലേ ഇതിൻ്റെ അകത്തേക്കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കാണുന്ന ഒരു കിടിലൻ വ്യൂ ഉണ്ട്. ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. ഇതുവഴി അങ്ങ് നടക്കാം, കാരണം ആ ഒരു പാലത്തിൻ്റെ മേലിൽ നിന്ന് കാണുന്ന വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ നോക്കാം. കാരണം അതൊരു കിടുക്കൻ വ്യൂ ആണ്. കാരണം നിങ്ങൾ ഈ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ല ഋഷികേശിൻ്റെ വ്യൂ ഈ ഒരു ലക്ഷ്മൺ ജൂലേൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നതാണ്. കാരണം പല കെട്ടിടങ്ങളുടെ നിർമ്മിതിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് കാണേണ്ടതാണ്. അതൊക്കെ ഗംഗാ നദീൻ്റെ കരേൻ്റെ സൈഡിലില്ല, ശരിക്കും അത് മനസ്സിലാവും. അതിനിപ്പോൾ നമുക്ക് ഇവിടുന്ന് പോയി കാണാൻ പറ്റുമോ നോക്കാം. ഇവിടെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അടുത്ത ടീമും വരുന്നുണ്ട്. ഇതാണ് ലക്ഷ്മൺ ജൂല, അതായത് ആ ലക്ഷ്മൺ പാലം വരുന്നതാണ് തൂക്കുപാലം. അവിടുന്ന് കാണുന്നൊരു വ്യൂ ഈ ഒരു ക്ഷേത്രത്തിൻ്റെയാണ്. ഇത് ഹനുമാൻ ക്ഷേത്രമാണ്.
നിങ്ങൾ പല സിനിമകളിലും കണ്ടിട്ടുള്ള ആ ഒരു ഋഷികേശിലത്തെ ക്ഷേത്രം എന്ന് പറഞ്ഞ ഇതാണ്. നമ്മുടെ മോഹൻലാലിൻ്റെ വടക്കുംനാഥ സിനിമയിലൊക്കെ കാണിക്കുന്ന ആ ഒരു രംഗമുള്ള ഒരു പാട്ടിൻ്റെ ഗംഗ എന്നുള്ള ഒരു പാട്ടിൽ കാണിക്കുന്ന ആ രംഗമുള്ള ക്ഷേത്രം ഇതാണ്. അത് അവിടെ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാണേണ്ടത്. ഇവിടെ നിന്നായിരുന്നു നമുക്ക് ഇത്രയൊരു ഈ ഒരു സൈഡ് വ്യൂ മാത്രമേ കിട്ടുള്ളൂ. സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എവിടെ നിന്നു ഇവിടെ മറ്റ് നമ്മുടെ റിവർ റാഫ്റ്റിംഗ് അതും ഉണ്ട് കേട്ടോ. അതങ്ങ് പോയി. ഇവിടെ പുതിയൊരു പാലം കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം. കണ്ട ഈ ഒരു ഇതിൻ്റെ സമാനം മറ്റേ നല്ല പഴക്കം വന്നില്ലേ, അതുകൊണ്ടാകാം അടച്ചിട്ടത്. ഇപ്പം നമുക്ക് ഇവിടെ നിന്നൊക്കെ മാറാം. നമുക്ക് റാം ജൂലിൻ്റെ ഭാഗത്തേക്ക് ആദ്യം നടന്നു പോവാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച അത് വലിയ നഷ്ടം തന്നെയാണ്. കാരണം ഇവിടെ വന്നിട്ടുണ്ട്, അതാണ് മെയിനായിട്ട് കാണേണ്ടത്. റാംജൂല വന്നതിന് ശേഷം ഞങ്ങൾ ലക്ഷ്മൺജൂല ഉണ്ടെങ്കിൽ അതും കൂടെ കാണാൻ വരണല്ലോ ഒരിക്കലും. തീർച്ചയായും നമുക്ക് അങ്ങനെ നടക്കുന്നതിന് അങ്ങനെ മടിയൊന്നുമില്ല. അതെ അതെ, എത്ര കിലോമീറ്റർ ആണോ നമ്മൾ നടക്കും. ഇനിയിപ്പോൾ ഇതുവഴി തന്നെ നടക്കാം. ഇഷ്ടംപോലെ വിദേശികളുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു ലക്ഷ്മൺ ജൂലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞത് ഇതാണ്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളൊക്കെ നല്ല രീതിയിൽ കാണുന്നില്ലേ. അതുപോലെ തന്നെ ആ ഒരു മേലെയുള്ളതും ആ ക്ഷേത്രമാണ്. ആ അപ്പുറത്തുള്ള നമ്മളെ ആ ഒരു പാലത്തിൻ്റെ അവിടെ ഉള്ളത് ആ ഒരു ഹനുമാൻ ക്ഷേത്രം. നല്ലൊരു വ്യൂ ആണ്. ഇതിനെക്കാട്ടി നല്ല കാഴ്ചയില്ല അവിടുന്ന് കാണാൻ സാധിച്ചേനെ. ലക്ഷ്മൺ ജൂലേൻ്റെ അവിടെ നിന്ന് നടന്നിട്ടിപ്പോൾ അവസാനം റാം ജൂലേൻ്റെ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഗംഗേൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് നിൽക്കാം. നമ്മളെന്തായാലും കാലൊന്നും കഴുകുന്നില്ല, കാരണം നല്ല തണുപ്പാണ്. ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ആരതി കാണണം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ല നമുക്ക് എന്തായാലും ആരതി കൂടെ കാണണമെന്ന്. അത് നമ്മുടെ ത്രിവേണി സംഗമത്തിന്റെ അവിടെയാണ്. ഇതിപ്പോൾ തിരിച്ചങ്ങോട്ട് 2.5 കിലോമീറ്റർ പോകാനുണ്ട്. നല്ല ബ്ലോക്കാണ്. അതാണ് 10-15 മിനിറ്റ് പോകാൻ സമയം വേണ്ടു. പക്ഷേ ഇവര് ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് 40 മിനിറ്റ് ഒക്കെ എടുക്കും ഇവിടുന്ന് അവിടെ എത്താൻ വേണ്ടി. തീർച്ചയായും ഇപ്പോഴാണ് ആ ഒരു ഭാഗത്തുണ്ട് എന്താ തിരക്ക് നോക്കിയതാ. ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങി പോവുക. റാംജൂലേൻ്റെ അവിടെ നിന്ന് ഒരു ഓട്ടോ കയറി ഇപ്പോൾ നമ്മൾ ത്രിവേണി ഘട്ടിൻ്റെ ഈ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വരേണ്ടത് ഈ ഒരു വഴിയായിരുന്നു, പക്ഷേ വണ്ടി അത് വഴിയല്ല വന്നത്. ഈ ഒരു വഴി വളഞ്ഞ് ഏകദേശം 6 കിലോമീറ്ററിന് മേലെ വളഞ്ഞാണ് വന്നത്. ഒരുപാട് സമയമെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ആരതി കാണാൻ വേണ്ടി പോവാം. രാത്രി ആയപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തെ കടകളിലൊക്കെ നല്ല ലൈറ്റൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇവിടെ നേരെ താഴോട്ട് योग നഗരി ഋഷികേശ്, അതായത് യോഗേൻ്റെ ആസ്ഥാനമാണ് ഈ ഒരു ഋഷികേശ് എന്ന് പറയുന്നത്. മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വിദേശത്തു നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ആരതി തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇല്ല, സമയം ഇനി ആവേണ്ടത്ര ഒരു 15 മിനിറ്റും കൂടെ കഴിയണം, അധികം തുടങ്ങും. ആൾക്കാരൊക്കെ ആ ഭാഗത്ത് വന്നു തുടങ്ങി. എല്ലാവരും ഈ ഒരു ഗംഗയിൽ ആരതിയൊക്കെ ഒഴുക്കി വിടുകയാണതാ. അവിടെ ഗംഭീര പരിപാടി നടക്കുക. ആരതിയൊക്കെ കഴിഞ്ഞിട്ടാ, വേറെ എന്തൊക്കെ പരിപാടി ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ പോവാം. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കണം. വൈകുന്നേരം ഏകദേശം ഒരു 7:15 കഴിഞ്ഞു, രാത്രിയായി. ഇപ്പോൾ നേരെ ഇവിടെ നിന്ന് നല്ലൊരു ഹോട്ടൽ നോക്കി അവിടത്തോട്ട് പോവാം. ഇത് പബ്ലിക് ടോയ്ലറ്റാണ് ഇവിടുത്തെ. ഈ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ്. നേരെ ഇതുവഴി പോവാം. എന്താ തിരക്കെന്നറിയ ഈ സമയത്ത് ഇവിടെ. ഇതാ എൻ്റെ പൊന്നോ, ഇവിടുത്തെ തിരക്ക് കണ്ടാ, കുടുങ്ങി. ഇപ്പോഴേ മൂവാവില്ല. ഞങ്ങള് രാത്രിക്ക് ഭക്ഷണം പാഴ്സലാണ് വാങ്ങിച്ചത്. ബട്ടർ റൊട്ടിയും പനീർ ബട്ടർ മസാലയും റൂമിലെത്തി കഴിക്കാമെന്ന് ചോദിച്ചു. അതിനുപോലെ തന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും വാങ്ങിച്ചു, പഴവും ഓറഞ്ചൊക്കെ വാങ്ങിച്ചു.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ റൂം ഇവിടെ അടുത്ത് തന്നെയായി, ഒരു 300 മീറ്ററും കൂടെ. അങ്ങനെ നടന്ന് ഫൈനലി ഞങ്ങൾ എടുത്തിട്ടുള്ള ഋഷികേശിലെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വീടിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 800 രൂപ. അതുപോലെ തന്നെ ഋഷികേശിന്റെ റാംജുലിയും ലക്ഷ്മൺജുലിയും നമ്മൾ ഫൈനലി ആരതിയൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരു കുഞ്ഞു വീടാണ് ഇന്ന് ഋഷികേശിന്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ബൈ.